ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനം യുഎഇയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും അബുദാബി ഇന്ത്യൻ എംബസിയിലും വർണ്ണാഭമായ പരിപാടികളോടെയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ രാവിലെ 7:30 കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം കോൺസുൽ ജനറൽ വായിച്ചു. I take this opportunity to thank each and every member of the Indian community for their contribution in building the bridges of friendship between our two countries. We need the vision of our leaders to guide us in this aspirational journey. അബുദാബി ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരും തൊഴിലാളികളും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിലും ഷാർജ ഇന്ത്യൻ സ്കൂൾ, അൽ ഇബ്തിസാമ സ്കൂൾ എന്നിവിടങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. അസോസിയേഷനിൽ ഇന്ത്യൻ കോൺസുലേറ്റിലെ ലേബർ കൗൺസിൽ ഉത്തം ചന്ദ് ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തലങ്കര അധ്യക്ഷത വഹിച്ചു. അജ്മാൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ വൈസ് കോൺസിൽ ആശിഷ് ദേബാസ് പതാക ഉയർത്തി. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലും ആഘോഷ പരിപാടികൾ നടന്നു. 100 കണക്കിന് പ്രവാസികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായത്. 24 ദുബായ്.